2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. തിരുവമ്പാടി ദേവസ്വം ഗൂഢാലോചന നടത്തിയെന്നും റിപ്പോർട്ട് ദുരൂഹമെന്ന് തിരുവമ്പാടി ദേവസ്വം പ്രതികരിച്ചു. ദേവസ്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടിനോട് യോജിപ്പില്ലെന്ന് വി.എസ്. സുനിൽകുമാർ. സംസ്ഥാന പോലീസ് മേധാവിക്ക് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. DGP തള്ളിയ ഈ റിപ്പോർട്ടിലാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് ADGP എം.ആർ. അജിത് കുമാർ വ്യക്തമാക്കുന്നത്. ദേവസ്വം ഭാരവാഹികളും തൽപര കക്ഷികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് പൂരം അലങ്കോലമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലാഭത്തിനായി തൽപര കക്ഷികൾ ഇത് ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനുമെതിരെ വികാരം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിച്ചു. തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ പേരെടുത്ത് കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഗൂഢാലോചന നടത്തിയതെന്നത് വ്യക്തമാക്കുന്നില്ല. എന്നാൽ RSS നേതാവ് വത്സൻ തില്ലങ്കേരി, BJP നേതാവ് ഗോപാലകൃഷ്ണൻ എന്നീ പേരുകൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSS നേതാക്കളുമായി അജിത് കുമാർ നേരത്തെ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമായിരിക്കെയാണ് പാർട്ടിയുടെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനം റിപ്പോർട്ടിന്റെ ഭാഗമായത്. എന്നാൽ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്തെത്തി. മതിയായ തെളിവുകളില്ലാതെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ടെന്നും ദേവസ്വങ്ങളുടെ മുകളിൽ പഴിചാരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയായിരുന്നു മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചതെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ പറഞ്ഞു. ഒരു മാസം മുന്നേ മന്ത്രിതലത്തിലും എല്ലാ തലങ്ങളിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. എന്നിട്ടും ഈ കലക്കണ തീരുമാനം അവർ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ദയനീയ പരാജയമാണ് കേരള പോലീസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇനിയിപ്പോൾ കേരള പോലീസിനെ കൊണ്ടല്ല അത് പറയിപ്പിക്കേണ്ടത്. ഇനി ഇത് CBIക്ക് വിടണം. ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് ശരി ചെയ്തത് എന്നുള്ളത് CBI അന്വേഷിക്കട്ടെ. എന്ത് നിയമ നടപടികൾക്കും തിരുവമ്പാടി ദേവസ്വം തയ്യാറാണ്. ത്രിതല അന്വേഷണം നടക്കുമ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് ദുരൂഹമെന്നും തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടിനോട് യോജിപ്പില്ലെന്നും V.S. സുനിൽകുമാർ പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം പോലും പുറത്തുവിടാൻ പറ്റില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റും പറഞ്ഞ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിനെ സംബന്ധിച്ച് ഈ ത്രിതല അന്വേഷണത്തിൻ്റെ ഭാഗമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ദുരൂഹമായൊരു കാര്യമാണ്. അത് ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടതെന്നുള്ള സംശയം എനിക്ക് തോന്നുകയാണ്. ഇതിനകത്ത് ഒരു കാര്യം വസ്തുതയുണ്ട്. എന്താണ്? ഈ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ളതും അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ആ പാർട്ടി ഏതാണെന്ന് പറയണം, ആരൊക്കെ പ്രവർത്തിച്ചു എന്ന് പറയണം. പിന്നെ ഒരു ദേവസ്വം ഒരു ദേശത്തെ മുഴുവനും പിന്നെ പ്രതിക്കൂട്ടിലാക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല. അജിത് കുമാറിന്റെ റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും പൂരം കലക്കിയ ആളെ കൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് എഴുതിച്ചതെന്നും കോൺഗ്രസ് നേതാവും തൃശൂരിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന K. മുരളീധരൻ പറഞ്ഞു. പൂരം കലക്കി BJPനെ ജയിപ്പിക്കാൻ മുൻകൈ എടുത്ത ആളാണ് അജിത് കുമാർ. അങ്ങനെയുള്ള അജിത് കുമാറിന്റെ ഒരു റിപ്പോർട്ട് ഞങ്ങളാരും അംഗീകരിക്കും. അതുകൊണ്ട് അജിത് കുമാറും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് നരേന്ദ്രമോദിയുടെയും പിണറായി വിജയന്റെയും പാലാണ്. അട്ടിമറി സൂചനകൾ ഒന്നും തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിരുന്നില്ല എന്ന കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. വീഴ്ചയുണ്ടാകുമ്പോൾ അജിത് കുമാർ എന്ത് ചെയ്തെന്നായിരുന്നു റിപ്പോർട്ട് തള്ളിക്കൊണ്ട് DGPയുടെ വിമർശനം ഉയർന്നിരുന്നത്. ഒടുവിൽ സർക്കാരിന് ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം അജിത് കുമാറിന് വിജിലൻസ് അന്വേഷണ സംഘം ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെയാണ് ADGPയുടെ തന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.